ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻ മെന്റലി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരുന്ന ഒരു സമയത്ത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും എനിക്ക് രണ്ട് രീതിയിൽ ചിന്തിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ആ രണ്ട് രീതിയിലാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞിട്ട്. ബിഗ് ബോസ് ഹൗസിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഒന്നൊരു ഗെയിമറായിട്ടും മറ്റൊന്ന് ഒരു മനുഷ്യനായിട്ടും ഒക്കെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് അതിൽ വരുന്നത്. ഒരാൾ വന്ന് നമ്മൾ ഹഗ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ആശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമാണോ ഗെയിം ആണോ എന്നുള്ളൊരു ഞെട്ടലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് സത്യമാണോ എന്നുള്ള ഒരു ട്രോമയിലേക്കായിരിക്കും ഓരോ മത്സരാർത്ഥികളും കടന്നു പോകുന്നുണ്ടാവുക. 15-16 ആളുകളിൽ നിന്ന് ഒരു കാര്യവുമില്ലാതെ ബിഗ് ബോസ് പോലത്തെ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ കോർണറിങ്ങോ അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തലോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അസാസിനേഷനോ ഒക്കെ നടത്തിയാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ആകാം ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. അവർ കടന്നുപോയി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അതൊരു ഫാക്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു ഗെയിം ആണോ എന്നൊന്നും പറയാൻ ആർക്കും ചാൻസ് ഇല്ല. കാരണം ഒരു TV അല്ലെങ്കിൽ ഒരു ഫോണിന്റെ ഒരു സ്ക്രീനിലൂടെ മാത്രമാണ് നമ്മൾ അവരെ കാണുന്നത്. ജസ്റ്റ് ഒരു എഡിറ്റഡ് വേർഷൻ മാത്രമാണ് നമ്മൾക്ക് അറിയുന്നത്. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 37 36ാമത്തെ ദിവസമാണ്. 20 മത്സരാർത്ഥികളാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ജാസ്മിനും ഗബ്രിക്കും സംഭവിച്ചത് എന്താണെന്നും അവരുടെ ആ ഒരു അവസ്ഥയ്ക്ക് എന്താണ് കാരണം എന്നൊക്കെ ഉള്ളത് ഇന്നലത്തെ ലൈവ് അപ്ഡേഷനിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പോകണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ മത്സരാർത്ഥികളെ എലിക്സർ പോലെ എന്തോ കൊടുത്ത് റീബൂസ്റ്റ് ചെയ്ത് അവിടെ പിടിച്ചു നിർത്തിയ ബിഗ് ബോസിന്റെ വിശാല മനസ്കത അപാരം തന്നെയാണ്. കാരണം അവരെ രണ്ടാളെയും പിഴിഞ്ഞ് അവസാന തുള്ളി രക്തവും പുറത്തെടുത്തേ പറ്റൂ എന്നാണ് ബിഗ് ബോസിന്റെ നിലപാട്. നിലവിൽ ആ വീട്ടിൽ വേറെ കണ്ടന്റുകളൊന്നും കൊടുക്കാനില്ല, ആക്ടിവിറ്റീസ് പോലും നടക്കുന്നില്ല. രണ്ടാളും ഓക്കെ ആയി എന്ന് മനസ്സിലാക്കിയ സമയത്ത് മാത്രമാണ് ഗ്രൂപ്പ് തിരിക്കലും മറ്റും പോലും സംഭവിക്കുന്നത്. 1 ലക്ഷത്തോളം ബ്രണ്ട്സ് ആർപ്പോ ഇറോ വിളിച്ച് അങ്ങോട്ടേക്ക് കയറ്റിവിട്ട സീക്രട്ട് ഏജന്റ് പോലും ഒരു കണ്ടന്റും ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ചക്ക കിട്ടുന്നത്. അത് വെച്ച് തൃപ്തിപ്പെടുകയായിരുന്നു പിന്നെ അങ്ങോട്ട്. ഇത്രത്തോളം പ്രതിസന്ധി ഘട്ടത്തിൽ പോലും തനിക്കെതിരെ അമ്പുകൾ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ച് മനസ്സിലാക്കി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു ഫേക്ക് ആണോ എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തി അവിടെ ഉണ്ടാവുന്നില്ല. ജാസ്മിൻ ഇന്നലെ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായി തന്നെയായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഗെയിം കളിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് തോൽവി സമ്മതിച്ച് മുട്ടുമടക്കിയവരെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. കിടിലൻ ഗെയിമേഴ്സ് വീടിന്റെ ഉള്ളിലുണ്ടെന്നാണ് വെപ്പ്. കാരണം ജബ്രികളുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് വെളിപ്പെടുത്തിയാൽ വൃത്തിക്ക് ഗെയിം കളിക്കാമെന്നും ഇപ്പോ കളിക്കാൻ സ്പേസ് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് മെഴുകുന്ന ചിലരുടെ ആരാധക വൃന്ദത്തിന് ഒരു വലിയ ആശ്വാസമായനെ അത്. ഉച്ചവരെയും ആ വീട്ടിൽ എല്ലാവരുടെയും സോ കോൾഡ് മാസ്റ്റർ ബ്രെയിൻ വർക്ക് ചെയ്തിരുന്നതും അവരുടെ ഗെയിം പൊളിക്കാൻ മാത്രമായിരുന്നു. അതിനപ്പുറം ഒരു കണ്ടന്റും അവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. എപ്പിസോഡ് ഹൈലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സായി മൂപ്പിച്ച് വിട്ടതിന്റെ ഫലമായിട്ട് ജിൻഡോ വന്നിട്ട് അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയാണ് ജാസ്മിനുമായിട്ട്, മൈക്കിന്റെ കാര്യം പറഞ്ഞിട്ട്. ഓൾറെഡി ലാലേട്ടൻ വന്നു പോയ എപ്പിസോഡിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളും ആ വീട്ടിലുള്ള മറ്റെല്ലാവരും കൈ ചൂണ്ടിയതിന്റെ ഒക്കെ ഫലമായിട്ട് ജാസ്മിൻ കുറച്ച് വീക്കായി നിൽക്കുന്ന ഒരു സമയത്ത് ജിൻഡോ വന്ന് ഈ ഒരു മൈക്കിന്റെ ഇഷ്യൂ എടുത്തിടുകയും അവിടെ ജാസ്മിൻ കുറച്ചും കൂടെ പ്രൊവോക്ഡ് ആവുകയും കുറെ അധികം എന്തൊക്കെയോ വിളിച്ചു പറയുകയും കുറച്ച് ഒരു മെന്റലി ഡിപ്രഷൻ എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു ആന മണ്ടത്തരം എന്ന രീതിയിലാണ് ജിൻഡോ അവിടെ ഒരു ആരോപണം നടത്തുന്നത്. അച്ഛനും അമ്മയും ഒക്കെ അറിഞ്ഞു തന്നെയാണ് ഗബ്രിയും ജാസ്മിനും അവിടെ കളിക്കുന്നതെന്നും രണ്ടാളും കൂടെ 50 ലക്ഷം രൂപയുടെ പങ്ക് പറ്റാനായിട്ട് അല്ലെങ്കിൽ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഗബ്രി വന്നത് ആദ്യം മുതലേ ഗബ്രി പറയുന്നുണ്ട്, ഞാൻ ഈ ബിഗ് ബോസിലേക്ക് വന്നത് ഫെയിം മാത്രം ആഗ്രഹിച്ചിട്ടാണ് എന്നുള്ളത്. ഗബ്രിയെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു ഫെയിം മാത്രമാണ് ഗബ്രി ആഗ്രഹിക്കുന്നത്. പക്ഷെ ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മീഡിയ ഇൻഫ്ലുവൻസർ തന്നെയാണ്, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ ജാസ്മിൻ ആ വീട്ടിലുള്ളത് ആ ഒരു 50ന്റെ പകുതി 25 ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. പിന്നെ ആ വീട്ടിലുള്ളവരാരും തന്നെ ആ ഒരു 50 ലക്ഷത്തിന് വേണ്ടിയിട്ടോ ആ കിട്ടാൻ പോകുന്ന കപ്പിന് വേണ്ടിയിട്ടോ ആ വീട്ടിൽ നിൽക്കുന്നതല്ല. അവർക്ക് കിട്ടുന്ന ഒരു ഡെയിലി റെമ്യൂണറേഷൻ ഉണ്ട്. അത് എത്രത്തോളം അവിടെ നിൽക്കുന്നോ അത്രത്തോളം അത് അധികമായിട്ട് കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ആ വീട്ടിൽ ഓരോരുത്തരും നിൽക്കുന്നത്. ആ ഒരു ടൈമിലാണ് ഒന്നും ആലോചിക്കാതെ ജിൻഡോയുടെ ഇത്തരം പരാമർശങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അതുപോലെ കൺഫെഷൻ റൂമും മെഡിക്കൽ റൂമും ഒക്കെ ആയിട്ട് ഇന്നലത്തെ എപ്പിസോഡ് ഇങ്ങനെ കടന്നു പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു തൃപ്തിക്കുറവ്
ഒട്ടുമില്ലായക ഇല്ലാതെ തന്നെ ബാഡ്ജ് ജാസ്മിൻ കൊടുക്കുകയാണ് ജിൻഡോയ്ക്ക്. ജിൻഡോ ആണല്ലോ ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഒരു ഭയങ്കരമായ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തിരിക്കലും ജിൻഡോയുടെ കുറെ നിയമപരിഷ്കാരങ്ങളെ പറ്റി സംസാരിക്കലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ജിൻഡോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാപ്റ്റൻസി സ്ഥിരമായിട്ട് എനിക്ക് വേണമെന്നുള്ളത്. അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട്, അത്രത്തോളം ആൾക്കാർ എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ക്യാപ്റ്റൻസി അടുത്ത ആഴ്ചയിലേക്കും എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീണ്ടും ഒരു ആനമണ്ടത്തരം കാര്യങ്ങളൊക്കെയാണ് ജിൻഡോ അവിടെ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് കണ്ടസ്റ്റന്റുകളുടെ ഒക്കെ റിയാക്ഷൻ ഭയങ്കര കോമഡി ആയിരുന്നു. പിന്നെ ജാസ്മിനെ ഏത് ടീമിലേക്ക് വിടണം എന്നുള്ളതായിരുന്നു അവിടെ വലിയൊരു ചർച്ച. ആ ഒരു ചർച്ചയ്ക്ക് മുമ്പായിട്ട് വീട്ടിലുള്ള എല്ലാവരും വന്ന് ജിൻഡോയെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പലരും പല രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഗബ്രിയെയും ജാസ്മിനെയും വീണ്ടും ഒരുമിച്ചിട്ടുകൊണ്ട് തന്നെ അവരുടെ ഗെയിമിനെ വീക്ക് ആക്കാൻ നോക്കാം എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മറ്റൊരു കൂട്ടർ അവരെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്ട്രെങ്ത് ഇല്ലാണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടുതരം അഭിപ്രായങ്ങൾ പറയുമ്പോഴും ജിൻഡോ പറഞ്ഞിരുന്നു ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യുള്ളൂ എന്ന്. അതുപോലെ തന്നെ ജിൻഡോ ജാസ്മിനെ ശ്രീരേഖയുടെ ഒക്കെ ഒരു ടീമിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവിടെ ലേഡീസ് മാത്രമായിട്ടുള്ള ഒരു ടീമായി മാറുന്നു. പക്ഷെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ സിബിൻ ഉണ്ടായിരുന്നു, സിബിനെ പവർ ടീമിലേക്ക് എടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഗബ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തുകയാണ് ജാസ്മിനെ ജിൻഡോ അവിടെ ചെയ്യുന്നത്. ഇനിയുള്ള പല ഗെയിംസിലും ഗബ്രിക്ക് ഓപ്പോസിറ്റ് ചെയ്ത് നിന്നുകൊണ്ടിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുപോലെ ടീം തിരിക്കലും അതിനുശേഷം ഡ്യൂട്ടീസ് ഫിക്സ് ചെയ്യലും ഒക്കെ ആയിട്ട് ആ ഒരു ടൈം അങ്ങ് കടന്നു പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുന്നത് ക്യാപ്റ്റന് ഇനിയും ഈ ഒരാഴ്ചയും റൂം ഇല്ല എന്നുള്ളത്. കഴിഞ്ഞ വീക്കില് ജാസ്മിൻ ക്യാപ്റ്റൻ ആയ സമയത്ത് ജാസ്മിനെതിരെയായിട്ട് ജിൻഡോ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിന്റെ ഗെയിം ആണ്, അതുകൊണ്ടിട്ടാണ് ഈ ഒരു സമയത്ത് ജാസ്മിനെ പവർ റൂമിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ ആ ഒരു ഇത് കൊടുക്കാതിരുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു ജിൻഡോ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഈ ഒരാഴ്ച ജിൻഡോയോടും പറയാണ് നിങ്ങൾക്ക് ഈ പവർ റൂമിൽ കയറാനുള്ള അവസരമില്ല എന്നുള്ളത്. അതുപോലെ അഭിഷേക് ശ്രീകുമാറിന് ഈ ഒരു അവസരത്തിൽ പവർ റൂമിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് അഭിഷേകിന് പകരമായിട്ട് പവർ ടീമിലേക്ക് ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ച് മറ്റൊന്നും കയ്യിലില്ല എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ നന്ദന കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പിന്നെ ഞാനൊരു ഗുഡ് ലിസണർ ആണ്, അതുകൊണ്ട് ജിൻഡോയെ മെരുക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അഭി പറയുന്നുണ്ട്. നോറ ഒരു 20 മിനിറ്റോളം മറ്റുള്ളവരുടെ എല്ലാം കുറ്റം പറച്ചിലും ആരോപണങ്ങളെ പറ്റി പറയലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനായിട്ട് നോറ ശ്രമിച്ചു. കാരണം നോറയ്ക്ക് അറിയാം ജിൻഡോ ഒരിക്കലും നോറയെ പവർ ടീമിലേക്ക് എടുക്കില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു 20 മിനിറ്റ് എല്ലാവരെയും കുറ്റം പറയാനായിട്ട് നോറ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സായി ദ ഗെയിം ചേഞ്ചർ എന്ന് പറയപ്പെടുന്ന സോ കോൾഡ് സായി ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പവർ ടീമിലേക്ക് കയറുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കിപ്പോ ഇവിടെ ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കഴിക്കുന്നില്ല, അപ്പൊ പവർ ടീമിലാവുമ്പോൾ നല്ല നല്ല ലക്ഷറീസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് സായി പറയുന്നുണ്ട്. പിന്നെ ഗബ്രിക്ക് എന്നെ സെലക്ട് ചെയ്യില്ല എന്നുള്ളൊരു ബോധം ഗബ്രിക്ക് നന്നായിട്ട് ഉണ്ടായിട്ടും ഒരു അവസാന ശ്രമം എന്നുള്ള രീതിയിൽ ഗബ്രി വന്നിട്ട് കുറച്ച് നല്ലതും കുറച്ച് ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ സിബിനെ പവർ റൂമിന്റെ അളവുകോൽ എന്താണെന്ന് പുറമേ നിന്നുള്ള കളി കണ്ടിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വന്നാൽ അടിപൊളിയായിട്ട് കളിക്കും എന്ന് പറഞ്ഞിട്ട് സിബിൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. പ്രഡിക്റ്റബിൾ ഒപ്പീനിയൻ തന്നെയായിരുന്നു സിബിൻ സെലക്ടഡ് ആയത്. സിബിൻ തന്നെയാണ് സെലക്ടഡ് ആവുക എന്നുള്ളത് അറിയാമായിരുന്നു. കാരണം ജിൻഡോ ക്യാപ്റ്റൻ ആയി എന്നറിഞ്ഞപ്പോൾ മുതൽ സിബിൻ അവിടെ ഒരു പയ്യെ ജിൻഡോയുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ജിൻഡോയ്ക്ക് ഒപ്പമുണ്ട് ഞാൻ എന്നുള്ള ഒരു ഫീൽ ജിൻഡോയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ ജിൻഡോ വീഴുകയായി. അതിനുശേഷം സിബിനെ തന്നെ സെലക്ട് ചെയ്ത് പവർ റൂമിലേക്ക് ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള സ്ത്രീകളെയൊക്കെ തമ്പുരാട്ടി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ജാൻമണി ഒരു സ്പെഷ്യൽ ആക്ട് ഒക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങനെ വിളിക്കുന്ന സമയത്ത് ജാൻമണി ഭയങ്കരമായിട്ട് തുള്ളിച്ചാടി നിൽക്കുന്നുണ്ട്. പവറിനോട് ഇത്രയധികം ആക്രാന്തമുള്ള ഒരു ലേഡി ആ വീട്ടിലുണ്ടെങ്കിൽ ജാൻമണി മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പകുതിയോളം മരവിപ്പും അതിനുശേഷമുള്ള കുറച്ച് ടീം തിരിക്കലും മാത്രമായിട്ട് ഇന്നലത്തെ എപ്പിസോഡ് പോയിട്ടുണ്ട്. ഇന്നിനി വീണ്ടും ജാസ്മിനും ഗബ്രിയും ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഗെയിമും ഡൗൺ ആവും എന്നുള്ളത് ഉറപ്പാണ്.